മുത്തള എന്തൊക്കെയാ വിശേഷം? കുറേ കാലമായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട് അല്ലേ? അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് പച്ചക്കറി മീനൊക്കെ വാങ്ങാൻ പോകണം. എവിടേക്ക് പോകണം നമ്മൾ? പച്ചക്കറി മാർക്കറ്റ്. അപ്പോൾ നമുക്ക് പച്ചക്കറി മാർക്കറ്റ് പോകണ വീഡിയോസ് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ യൂട്ടേണടിച്ച് വീഡിയോ നേരെ മാർക്കറ്റിൽ പോവാം. കുറച്ച് പച്ചക്കറി മീനൊക്കെ വാങ്ങിക്കും. കുറേ ദിവസം മാർക്കറ്റിൽ പോയി. പോകണം നമ്മൾ ദമാമിലെ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോകണം കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയ സീസണിൽ മീൻ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടാന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പഠിച്ചു വരികയല്ലേ നമ്മൾ. ഒറ്റ സ്ഥലത്താ ഒറ്റ സ്ഥലത്ത് തന്നെ കിട്ടുക മാർക്കറ്റ്? മീനും പച്ചക്കറിയും ബീഫും എല്ലാം ഒന്നിച്ചാണുള്ളത്, അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോവാം. ഈ വലതുവശത്ത് കാണുന്നത് ദമാം ബീച്ചാണ്. ദമാം ബീച്ചിലൂടെയാണ് നമ്മൾ പോകുന്നത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ അവിടെയൊക്കെ ഫുള്ളായിരിക്കും. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടില്ല, അത്രയും തിരക്കുള്ളൊരു ഏരിയ കൂടിയാണ്. ദമാമെന്ന് ഞങ്ങൾ കോർണേഷ് ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഇപ്പോൾ നേരെ എയർപോർട്ട് റോഡിന് പോവാം. 5 കിലോമീറ്റർ എയർപോർട്ട് റോഡിനോട് പോയാൽ മീൻ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്. എവിടെ ട്രാഫിക്? എന്താ പ്രശ്നം? ആക്സിഡൻ്റ് ആയി. എന്താ പ്രശ്നം? വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ദുബായ് മാർക്കറ്റിൽ എല്ലാ ഐറ്റം ഒന്നിച്ചാണ്. അല്ല അവിടെ ഫിഷ് മാർക്കറ്റ് സെപ്പറേറ്റ് ആണ്. വേറെ ഫിഷ് മാർക്കറ്റ് സെപ്പറേറ്റ്. മറ്റേ അവിടെ വെജിറ്റബിൾ അങ്ങനെ കിട്ടുമൊന്നുമില്ല. വെജിറ്റബിൾ മാർക്കറ്റ് വേറെ ഉണ്ട്. സുസുക്കിൻ്റെ സിയാസാണ് ഈ പോണ മുന്നിൽ കേട്ടോ. സൗദിയിലിപ്പോൾ സുസുക്കിയുടെ വണ്ടികൾ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. സ്വിഫ്റ്റ് ആണെങ്കിലും അതുപോലെ ഈ സിയാസ്, ബലാനോ, ആ വണ്ടികളൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നു. ഒരുപാട് കമ്പനികളൊക്കെ ആ വണ്ടികൾ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ താപ സിഗ്നലിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ കത്തീഫ്, സിഹാത്ത്, കത്തീഫൊക്കെയാണ് വലത്തോട്ട്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ എയർപോർട്ട് റോഡാണ്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ചാബ സെൻറ്റർ കേട്ടോ. വലുതായിട്ട് കാണുന്നുണ്ടോ? അവിടെ എല്ലാ ഐറ്റം സാധനവും കിട്ടും. പാത്രങ്ങളും അതുപോലെ തുണി ഐറ്റം, ഹോം അപ്ലയൻസ് എല്ലാ ഐറ്റം ആണ് ചാബ സെൻറ്റർ. മുംബൈ സിഗ്നലിൽ നമ്മൾ ലെഫ്റ്റ് പോയി 2 കിലോമീറ്റർ പോയാൽ ഇടതുവശത്തായിട്ടാണ് ഈ മാർക്കറ്റ്. ഇതാണ് താപ സെൻറ്റർ കേട്ടോ. താപ സെൻറ്ററിൽ എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താപ കഴിഞ്ഞൊരു പാലം കയറി ഇറങ്ങി 2ാമത്തെ പാലത്തിനിടയിൽ യൂട്ടേൺ അടിക്കുക, ഇടതുവശത്തേക്ക് കയറിയ മാർക്കറ്റായി. ഈ ഇടതുവശത്ത് കാണുന്ന ഇതാണ് എൻട്രൻസ്, പച്ചക്കറി മാർക്കറ്റിലെ എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ മുന്നിൽ പാലത്തിലോട്ട് പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ചു വരണം. ഇവിടെയാണ് പിന്നെ എല്ലാ ഹോൾസെയിൽ ഷോപ്പുകളും ഉള്ളത്. എല്ലാ കടകളിലേക്കും സാധനം എടുക്കാനും. അതുപോലെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് റാമീസ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്റർ.
ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ പറയുക, കോഴിക്കോട് മിഠായി തെരുവിലേക്കൊക്കെ പോയ പോലെ ആണ്. എല്ലാ ഐറ്റം സാധനം ആ റാമീസിലുണ്ട്. ഈ റാമീസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലുണ്ട്. ഒരുപാട് കടകളുണ്ട് ഇതിൽ. എൻ്റെ ഫ്രണ്ടൊന്ന് കാണിച്ചിട്ട് എൻട്രൻസ് ഇത് 40ാമത്തെ ഗേറ്റാണിത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗേറ്റുകൾ ഇതിന് ചുറ്റുമുണ്ട്, ഈ ബിൽഡിങ്ങിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിലെല്ലാ ഐറ്റം സാധനങ്ങളും ഈ ഒരു ഇതിൽ കിട്ടും. പിന്നെ ഈ വലതുവശത്ത് കാണുന്നതൊക്കെ ചോക്ലേറ്റ് ഷോപ്പുകളാണ്. ബോണ്ടി, അതുപോലെ എല്ലാ ഐറ്റം ചോക്ലേറ്റ്. ബോണ്ടി എന്ന് പേരുണ്ടെങ്കിലും ആ ഷോപ്പിൽ എല്ലാ ഐറ്റം ചോക്ലേറ്റുകളും ഉണ്ട്. പിന്നെ ഈ മുന്നിൽ കാണുന്ന ഈ ഷോപ്പുകളിൽ കാണുന്നത് നമ്മളെ റാമീസ് സൂപ്പർ മാർക്കറ്റാണ്. അതിൽ കയറിയാലും എല്ലാ ഐറ്റം സാധനമുണ്ട്. ഫുഡ് ഐറ്റം ഉണ്ട്, ഹോം അപ്ലയൻസ് ഉണ്ട്, മറ്റു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റം സാധനങ്ങളും അതിലുണ്ട്. ഈ വലതുവശത്ത് കാണുന്ന ഇതാണ് പച്ചക്കറി മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് ദമാമിലെ വെജിറ്റബിൾ മാർക്കറ്റ്. ഫിഷും മീറ്റും ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് കാണുന്ന ഷോപ്പുകൾ ഈത്തപ്പഴത്തിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ ഷോപ്പുകളാണ് മൊത്തം കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ അതിന് ഈ പച്ചക്കറിയൊക്കെ പല പല നാടുകളിൽ നിന്നും കൊണ്ടുവരുന്ന വണ്ടികൾ അൺലോഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണ് പല രാജ്യങ്ങളിൽ നിന്നും വണ്ടികൾ വന്ന് സാധനങ്ങൾ ഇറക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇതുപോലെ പല ഏരിയകളുണ്ട്. അപ്പുറത്തേക്ക് ലേലം ചെയ്യുന്ന ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്ന വിൽപ്പന നടത്തുന്ന ഏരിയ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ ഈ ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ വാട്ടർ മിലോൺ വത്തക്കൊക്കെ സെയിൽ ചെയ്യുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റിയ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ, സമയം കിട്ടുകയാണെങ്കിൽ. നമ്മൾ 4 ഗേറ്റ് വഴിയാണ് നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെത്തി. മാർക്കറ്റിൻ്റെ അകത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലെത്തി. അകത്തേക്ക് കയറാൻ പോവാം. ഞാനത്തെ വിശേഷം കാണിച്ചാൽ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല സെറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും. വെജിറ്റബിളൊക്കെ നല്ല ഫ്രഷായിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മളെ മലയാളി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഏത് വിധം വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മാനാണെങ്കിലും എല്ലാ ഐറ്റം സാധനമുണ്ട്. നമ്മളെ പപ്പായൊക്കെ ഇരിക്കണമല്ല. كلام هاي شيء كويس. നമ്മളെ കടകളാട്ടോ. അതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുന്ന ഇവിടുന്ന പഴയ കണ്ടങ്ങൾ ഫ്രഷാണ്. പപ്പായ, ഓറഞ്ച്, മാങ്ങ ഉണ്ടോ, ഈത്തപ്പഴം, അത്തിപ്പഴം, മഷ്റൂം, സ്ട്രോബെറി, ഓറഞ്ച്. ഇതേതാണെന്നറിയോ? നമ്മളെ മാതളനാരങ്ങ, ബമ്പിളി മൂസ്, മാതളനാരങ്ങല്ലേ, അതാണ് ഈ സാധനം. പിന്നെ ഓറഞ്ച്, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പൈനാപ്പിൾ, ഇവിടുന്ന് ബോക്സായിട്ടും കൊടുക്കും, ചില്ലറായിട്ടും കൊടുക്കും. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ നമുക്ക് എടുക്കാം.
ഇതിപ്പോൾ ഒരാൾ വാങ്ങി വെച്ച സാധനങ്ങളാണോ, ഇങ്ങനെയാണ് ഇവിടെ സാധനം കൊടുക്കുന്നത്. മുന്തിരി നമ്മളെ കള്ളിച്ചെടീൻ്റെ മുകളിലുണ്ടാവില്ലേ ഒരു പഴം, അതാണ് ഈ സാധനം. നമ്മുടെ പച്ചക്കറി കടയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളെ അലി. അലി, അസ്സലാമു അലൈക്കും. നമ്മളെ അലിൻ്റെ കടയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറി എടുക്കുന്നത്. കസക്കടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിച്ചപ്പ്, ജർജർ, അവിടെ തന്നെ ലാസ്റ്റ് നമ്മുടെ നാനുണ്ട്, പുതിന, ക്യാപ്സിക്കൻ, ബീൻസ് കണ്ടങ്ങൾ. ഓ അടിപൊളി സാധനമല്ലേ, ഫ്രഷല്ലേ. ചെറുനാരങ്ങ, ഗ്രീന്, യെല്ലോ, ക്യാരറ്റ്, ഇതുപോലെയാണ് ഇവിടെ പച്ചക്കറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ പാക്കറ്റുകൾ നമുക്ക് ആവശ്യമുള്ള പൈസയ്ക്ക്, ഇവിടെ 5 റിയാലിൻ്റെ 10 റിയാലിൻ്റെയൊക്കെ പാക്കറ്റുകളുണ്ട്, നമുക്ക് ആവശ്യമുള്ള എടുക്കാം. വെണ്ടയ്ക്ക കണ്ടാം, ചിരങ്ങ, എല്ലാം പാക്ക് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ലൂസ് കിട്ടുന്ന കട വേറെ ഉണ്ട്, പക്ഷെ ഇവിടെയൊക്കെ പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നമ്മളെ പച്ചമുളക്, അത് ഇന്ത്യൻ്റെ പച്ചമുളക്, ഫിൽഫിൽ ഹിന്ദി. പിന്നെ എടുത്തു പറയാനുള്ള കോസാണ്. എടാ ഒരു കോസ് എടുത്താ, ആ കോസ് എടുത്ത കയ്യിൽ ആ വലുതാ നിർത്തേ. എത്രയുണ്ട്? 3 കിലോ അല്ലേ? എന്തോരം വലിയ കോസ് നമുക്ക് ഉണ്ടോ, മുട്ടക്കോസ്. ഓ ഉരുളക്കിഴങ്ങ്, ഫ്ലവറ്, തക്കാളി കണ്ടങ്ങൾ. ഏയ് വേറെ ലെവലല്ലേ തക്കാളി. അതുപോലെ തന്നെ ക്യാപ്സിക്കം, മുളക്. ആ വഴുതനങ്ങ വലുതിട്ടാ, സൗദി പച്ചമുളക്, ചിരങ്ങ, ചിരക്ക, അതിന് പല നാട്ടിൽ പല പേരാണ്. ഇതാണ് കൂസ, കൂസൻ്റെ വലുതിട്ടാ. എൻ്റെ ചെറുതായി നമ്മളെ വീട്ടിലൊക്കെ തന്നെ ചെറുതാ വാങ്ങല്. ഡേയ് കൂസൻ്റെ വലിയ ഐറ്റം. എന്താ 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 അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചാൽ കേട്ടോ. മാർക്കറ്റിൽ ഇങ്ങനെയാണ് കടകളിൽ കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്പേസാണ്. പത്തൊക്കെ ഉണ്ടായിരിക്കണം. അതിലൊക്കെഴങ്ങ്, ചോളം, നാരങ്ങ ഉണ്ടോ നമ്മുടെ നാട്ടിലില്ലേ, നാരങ്ങ, പുളി നാരങ്ങ, നാരങ്ങ, പപ്പാഴ, ഇല്ല കശ്, വാട്ടർ മെലോണൊക്കെ എന്താ സൈസാണ്. ഇതാണ് ഒരു കട, റൂം കണ്ടോ. ഇങ്ങനെ റൂം നമുക്ക് റെൻറ്റിന് എടുക്കാം അവിടെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ 2 സ്റ്റാൻഡും തരും. ഇതേപോലെ ഉണ്ടാവും സ്റ്റാൻഡ്, 2 എണ്ണം. അതവിടെ കാണാം. ആണൊരു കട. നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. മാഷാ അല്ലാഹ്. എല്ലാ ഐറ്റവും അവക്കാടാണ്. നമ്മളെ വല്യപ്പാൻ്റെ കടയുണ്ടാവും. ഈ സാധനം അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു ഐറ്റം. ഈ വല്യപ്പാൻ്റെ ഞാൻ മഞ്ഞൾ വാങ്ങാൻ വരും എപ്പോഴും. അതെ ശരി സവർ മഞ്ഞൾ ഇവിടെ എപ്പോഴും കിട്ടും. പക്ഷെ ഇപ്രാവശ്യം വന്ന മഞ്ഞൾ കുറച്ച് മോശമാണ്, കംപ്ലീറ്റ്. അങ്ങനെ ഓരോരുത്തർ ഓരോ കച്ചവടം. മത്തന കണ്ടങ്ങൾ, എന്താ സൈസ് മത്തന കണ്ടങ്ങൾ, നാട്ടിലും കൂടി കിട്ടില്ല.
ഈ സൈസുള്ള മത്തൻ. മധുരക്കിഴങ്ങ് ബയ്യൻ്റെ കടയിലുണ്ട്. സൂപ്പറായിട്ട് അടുത്ത് വെച്ചിട്ടുണ്ട് ബയ്യ. മാഷാ അല്ലാ, എല്ലാ ഐറ്റം സാധനമുണ്ട്. എന്തുവാണ് നമ്മളെ ബയ്യനാണ്. ഇതറാവോ ബയ്യ, ഇതറാവോ, ഇതറാവോ. ആ, എന്ത് സാധനമാണെങ്കിലും നമ്മളെ ബയ്യനെ ബന്ധപ്പെട്ടായി. അല്ല भैया पूरा सामान है ना इधर, सब कुछ है, फ्रूट है, वेजिटेबल है, सब कुछ है. आप क्या चाहिए इधर आओ भैया के साथ. ആ, അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ കിടപ്പ് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് ഒരു സൈഡ്, ഇതിങ്ങനെ അവിടേക്ക് ഒരു സൈഡ് ഇങ്ങനെ നോക്കണ്ട. എ സി റൂമാണ്. എ സിയിൽ ഇരുന്നിട്ടാണ് കച്ചവടം. ഞങ്ങൾ ഇങ്ങനെയാണ് മാർക്കറ്റുള്ളത്. മാഷാ അല്ലാ, ഏകദേശം എല്ലായിടത്തും ഒരേ ഐറ്റമാണ് കേട്ടോ. ബംഗ്ലാദേശ് ഹസീന, ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ടുണ്ടോ, ബംഗ്ലാദേശ് ഹസീന എന്നൊക്കെ പറയുന്നുണ്ട്. ഹാലാ ഇല്ല, നിങ്ങൾ കടകൾ അവിടെ കണ്ട അതേ സൈസ് പോസ്റ്റ് അവിടെ. ആ, കുൽഷെ മൗജൂദ്. മാഷാ അല്ലാ. മാഷാ അല്ലാ, ചെറിയ പൈനാപ്പിൾ വരുന്നുണ്ട് കേട്ടോ. അത് മങ്ക, അത് മിനിമം ജി. مسر اي مسر يعني هندي ما في الحين ما في هذا وقت خلاص. ها ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങേണ്ട സമയം കഴിഞ്ഞു. അൽഫോൺസി ജി ഇന്ത്യ കുറച്ചേ വരുള്ളൂ. ഇന്ത്യയിൽ നിന്ന് വരുന്ന മാങ്ങ വമ്പ ഡിമാൻഡാണ്. മറ يعني كل نفر يبغى هذا يعني الفونس ما يجي شو يجي. ഒറ്റ മാസം കൊണ്ട് നിൽക്കുന്ന പറയും ഇന്ത്യയിൽ നിന്ന് വരുന്ന മാങ്ങ. നമ്മൾ വീഡിയോ എടുത്ത് 4 വന്ന് ഗേറ്റ് 1 അപ്പോൾ അല്ലേ, ഇതാണ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. ഇപ്പോൾ പച്ചക്കറി മൊത്തം കണ്ടില്ലേ. ഇനി ഞാൻ കുറച്ച് മീൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ വണ്ടിക്കാരുണ്ടോ, ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പണിക്കാരാണ്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റീൻ്റെ പണിക്കാരാണ്. ഈ ട്രോളിയിൽ ഇങ്ങനെ വരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഇതിൽ വെച്ചിട്ട് വണ്ടിയിലേക്ക് കൊണ്ടുവെക്കാൻ. അപ്പോൾ ഇത്രയും ദൂരം ഇതിൻ്റെ ഉള്ളിൽ നടന്ന് സാധനം വാങ്ങണ്ടേ. അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ അത് എടുത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ. അല്ല, നമ്മൾ വെണ്ടൊക്കെ ഉണ്ടോ നിങ്ങൾ. ഇവിടെ വേറൊരു സാധനമുണ്ട്, ബാമിയ ഹസാവി. അത് സീസൺ ഖലാസാ വാ. അപ്പോൾ അത് കൊണ്ടുപോകാനാണ് ആ ട്രോളിയും തള്ളി നടക്കുന്നത്. കണ്ടോ, നമുക്ക് കളഞ്ഞിരിക്കുന്ന വൈദ്യുതി കണ്ടങ്ങൾ എന്തൊരു നല്ല സാധനങ്ങളായിട്ട് ഡ്രമ്മൊക്കെ ഇട്ടിരിക്കുന്നത്. വീണ്ടും നമ്മളെ വലിയപ്പാനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ആ, കുറുക്കും എന്നാ പറയാം, മഞ്ഞളിന് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഗേറ്റ് നമ്പർ 5. അല്ല, എന്താക്കി ഫസ്റ്റ് ക്വാളിറ്റി. ഇത്രയും നേരം നമ്മൾ വീഡിയോ എടുത്ത് ലാസ്റ്റ് നമ്മൾ കാണാണ്ട്. എന്ത് വിശേഷം, സുഖല്ലേ? നിങ്ങൾ എത്രയും ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട്? 30 കൊല്ലം ഇവിടെ സൗദിയിൽ പച്ചക്കറി കടയാണ് അല്ലേ? എന്ത് വിശേഷം, കച്ചവടമൊക്കെ ഉണ്ടോ? ഇതേതാ സാധനം? ഇത് എവിടുത്തെ, ഏത് നാട്ടിലാണ്? ഈജിപ്തിൻ്റെ മാങ്ങയല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വിൽക്കാനെ കണ്ടുമുട്ടി. വിൽക്കാൻ്റെ കടയും കണ്ടു. ഇതാണോ ഉള്ള അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടിലെ കൂട്ടമൊന്നുമല്ല, എല്ലാം അടിപൊളിയാണ് ഉള്ളത്. ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവക്കാടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കാ ഒരാ കേട്ടോ. യാ മോനെ, ഇതൊക്കെ ഞങ്ങൾ ജവാൻ സാധനങ്ങളാണ്. 15 കിലോൻ്റെ മുകളിലുണ്ടാവും ഒരു പീസ്. منصورة بس
മാഷാ അല്ലാ. ഷോ എന്താ നമ്മൾ ബീറ്റ്റൂട്ട്, ആ മുള്ളങ്കിൻ്റെ വേറെ ആയിട്ട് ഇതൊക്കെ സാലഡിന് കട്ട് ചെയ്യുന്ന സാധനമാണ്. ചീര, നമ്മളെ ചീര ഇരിക്കുന്നതാണ്. ആ ചോപ്പ് ചീര. ആളവിടെ നിന്ന് സ്പ്രേ അടിക്കുന്നു. ചെറുനാരങ്ങയാണ് ഗ്രീൻ. ഇതിൻ്റെ വേറെ പറയും അവക്കാടോ, ഈത്തപ്പഴം പച്ചയാണ് കേട്ടത്. ചോളമാണ് പൊളിച്ച് വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ഗ്ലാമറൊക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും ഉള്ള സാധനം ഫ്രഷായിട്ട്. ഇത് ഞാൻ നേരത്തോട് കാണിച്ചു തന്നപ്പോൾ എനിക്ക് പിന്നെ ഫുള്ളായി കാണിച്ചു തരാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ആ റോഡ് സൈഡിലൊക്കെ ചെടിയിലുണ്ടാവും. ഇതിനെന്തോ ഒരു പേരുണ്ട്, ഞാൻ ഈ പേര് മറന്നുപോയി. ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഒരുപാട് രോഗങ്ങൾക്കൊക്കെ, കൊളസ്ട്രോളിനും ഇത് മറ്റൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുക, നന്നായിട്ട് ഉപയോഗിക്കും. നാരങ്ങ, യെല്ലോ ചെറുനാരങ്ങ. അപ്പോൾ ഇതാണ് നമ്മളെ കട കേട്ടോ. എങ്ങടാ മുങ്ങണ്? ഞാൻ വീഡിയോ എടുക്കണപ്പോൾ മുങ്ങ ഇല്ല. ആ അപ്പോൾ ഇതാണ് ദമാമിലെ മീൻ മാർക്കറ്റ് കേട്ടോ. അതിന് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാണിച്ചു തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അങ്ങനെ നമ്മൾ മീൻ കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് മീൻ വാങ്ങല്. മാഷാ അല്ലാ. പിന്നെ തീർച്ചയായും അത് അടിപൊളിയല്ലേ? ഉണ്ടോ? ഉപകാരമുണ്ട്. ഇതെന്താണ്? ഹന്തക്ക. ഹന്തക്ക് നാട്ടിലെ പേരെന്താ? ആ ഹാ ഹാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഇവിടെ ചാകരല്ലേ? ഇപ്പോൾ ഇവിടെ ചാകര 4-5 കിലോനൊക്കെയാണ് കൊടുക്കുന്നത്. അതെ അതെ. അതിന് അകന്ന് കാണിച്ചാൽ ആ അതെ അതെ അതാ കാണിച്ചു. അതെ അതെ. ഹായ് വാ. മാഷാ അല്ലാ. ഏയ് ആ മാഷാ അല്ലാ. സ്പെഷ്യലാ സ്പേത്തി? ഓക്കെ ഓക്കെ ഓക്കെ. കനാത്ത് എല്ലായിട്ടും ഉണ്ട്. ഇന്നും മീൻ കുറവാട്ടോ ഇവിടെ. അതാണ് ഇവിടെ കാലിയായി കിടക്കുന്നത്. മീൻ ഫുള്ളായിട്ടുണ്ടാവും. ഇപ്പം മാർക്കറ്റിൽ മീൻ കുറവായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പാറ ഫ്രഷ് പാറ അല്ലേ? ഫ്രഷ് പാര ഇയാണ് ഇവിടെ ആകെ പാര കേട്ടോ. അതെ അതെ. ഇതൊക്കെ ഉണ്ട് നമ്മളെ കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മീനെടുക്കുന്ന ഇവിടെ നിന്നാണ്. ഇതൊക്കെ നമ്മളെ സഹോദര സ്ഥാപനങ്ങളാണ്. മീൻകടൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് പിന്നൊരു ദിവസം വിശദമായിട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ? ഇതൊക്കെ നമ്മളെ കടകൾ തന്നെയാണ്. അപ്പോൾ എന്തേ കനാത്തുണ്ടാ? എന്തായാലേ സാധനം എന്തായാലും 50 അറിയാനുള്ളൂ കേട്ടോ. അടിപൊളി. ആ വെട്ടുകാരൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇതാക്കണേ കട കണ്ടോളി പോന്നോളി കേട്ടോ. ആ ഓക്കെ എന്നാ. അപ്പോൾ നമ്മൾ പോയി. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങി മീൻ കടയിൽ നിന്ന് പുറത്തിറങ്ങാണ്. സ്കൂളെടുക്കാൻ സമയമായ കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. നമ്മൾ വണ്ടി അതിനുള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോയി വണ്ടി എടുത്തിട്ട് നേരെ ഇവിടെ അതാ ഷിയാബ് ലോഡ് മീനോട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ അയില വാങ്ങിയിട്ടുണ്ട്, ഒരു 2.5 കിലോ അയില വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹന്തക്ക് അല്ലേ, ഹന്തക്ക് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 ഐറ്റം മീൻ മേടിച്ചിട്ട് നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം വിടാം. ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനും ഷിയാബ് വണ്ടി കയറിയിരിക്കുകയാണ്. സ്കൂൾ എടുക്കാണ്ട് കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് നേരെ വൈകിയ കാരണം കൊണ്ട് ഞങ്ങൾ അടിച്ചു വിടാൻ പോവാം. 10-15 മിനിറ്റിൽ സ്കൂൾ വിടും. ആ 15 മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്തും. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ കാണാം.